കഴിഞ്ഞ മെയ് 3 മുതൽ 12 വരെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടന്നിരുന്നു. ഒരു റീല് കണ്ടിട്ടാണ് നമ്മളവിടെ എത്തിപ്പെടുന്നത്. അവിടെ കൗണ്ടറിന് ഏകദേശം ഒരു 50 രൂപ ടോക്കൺ കൊടുത്തിട്ട് നമ്മൾ എൻട്രി ഫീ അടച്ചിട്ട് ഉള്ളിലേക്ക് കയറി. ശേഷം നമുക്ക് വേണ്ട പൈസ കൊടുത്തിട്ട് കൂപ്പൺ മേടിക്കാം. എന്നിട്ട് ആ കൂപ്പൺ കൊണ്ടാണ് ഫുഡ് മേടിക്കൽ. ക്യാഷിൻ്റെ ഡയറക്റ്റ് ട്രാൻസാക്ഷനോ കാര്യങ്ങളോ അവിടെ ഇല്ല. ഇവിടെ ഏകദേശം 20-ലേറെ കൗണ്ടേഴ്സ് ഉണ്ട്. ഓരോ കൗണ്ടേഴ്സും ഓരോ സെറ്റുകൾ അതിൻ്റേതായ സ്ഥലത്തു നിന്ന് ആളുകൾ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. പിന്നെ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഒരു ഫുഡിൻ്റെ ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും തുടങ്ങുന്നത് കുറച്ച് കളറാക്കി ചെയ്യുക എന്നുള്ള രൂപത്തിൽ അതും കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഫുഡ് ഫെസ്റ്റിവലിന് പങ്കെടുക്കുന്നതും ഒരു വീഡിയോ ആയിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതും. എന്തായാലും ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന പേരിൽ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ ഏകദേശം 20-ലേറെ സിറ്റികളിൽ നിന്ന് 20-ലേറെ കൗണ്ടർ വെച്ചിട്ട് ഓരോ കൗണ്ടറിലും 3-3-ലേറെ ഡിഷ് വെച്ചിട്ട് നല്ലൊരു വലിയ പരിപാടി തന്നെയായിരുന്നു ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടെ കഴിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടുന്ന് മേടിച്ചൊരു ഡിഷായിരുന്നു ദഹിവട എന്നുള്ള ഒരു ഐറ്റം. ഏകദേശം എരിവ് മധുരം പുളി എല്ലാ മിക്സറും കൂടി ആയിട്ട് കൂടി കലർന്നിട്ട് എന്തായാലും നമുക്ക് ശരിയാവില്ല, ഭായിമാർക്ക് തന്നെ നടക്കുള്ളൂ. പിന്നെ വീഡിയോയിൽ കണ്ടതുപോലെ സീറ്റിങ്ങിനായിട്ട് നല്ലൊരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ കൗതുകം തോന്നുന്ന മാക്സിമം സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മേടിച്ചതിൽ വെച്ചിട്ട് നമുക്ക് ശരിയാവാതിരുന്നത് ഈ ദഹിവട എന്നുള്ള ഈ ഒരു ഡിഷ് മാത്രമാണ്. ഇത് ഭോപ്പാലിൻ്റെ കൗണ്ടറാണ്. അവിടുന്ന് നമ്മൾ റൈസും ബീഫും കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയായിരുന്നു. പിന്നെ അവിടെ വിൽക്കപ്പെടുന്ന ഡിഷസിനൊക്കെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇപ്പോൾ അവിടെയുള്ള സ്വദേശികൾ തന്നെ അതേ സാധനം ഉള്ളിൽ കിട്ടുന്ന അതേ സാധനം പുറത്ത് അത്ര തന്നെ റേറ്റ് ഇല്ലാതെ കിട്ടും എന്നുള്ളൊരു അഭിപ്രായം ഒരാളിനോട് സംസാരിച്ചിരുന്നു. ഇവിടെ കൂപ്പൺ ഇല്ലാതെ വിൽക്കപ്പെടുന്ന ക്യാഷ് കൊണ്ട് വാങ്ങാനും വിൽക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ഐറ്റം ഈ മദർലാൻഡ് സോഡയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു, റീല് മാത്രമേ മുന്നേ കണ്ടിട്ടുള്ളൂ. എന്തായാലും അതും ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം അവിടെ നിന്നുണ്ടായി. എന്തായാലും ചിക്കനായിട്ടും മട്ടനായിട്ടും ബീഫായിട്ടും വെജ് ആയിട്ടും ഒരുവിധം എല്ലാ വെറൈറ്റി ഡിഷസും വെറൈറ്റി ടേസ്റ്റുകളും അടങ്ങിയിരുന്ന ഒരു ബിഗ് ഫെസ്റ്റിവൽ തന്നെയായിരുന്നു. കുറച്ചും കൂടെ സാമ്യമുള്ളത് ഈ ബ്രെഡ് ഐറ്റംസ് മാത്രമാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹരീഷയാണ്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. അതുപോലെ തന്നെ കൊൽക്കത്ത കാത്തിറോൾ അതിൻ്റെ മേക്കിങ് അത് പിന്നെ മുന്നേ ടേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത് അവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. പ്രൈസ് കുറച്ച് കൂടുതലായ കാരണം നമ്മളിതുവരെ ടേസ്റ്റ് ചെയ്യാത്തതിൻ്റെ ടേസ്റ്റ് നോക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. കബാബ് തൈര് വെച്ചിട്ടുള്ളൊരു ഡിപ്പിൽ കഴിക്കുന്നത് ഇവിടുന്ന് ആദ്യമായിട്ടാണ്. അതേപോലെ ബട്ടറുള്ള ചിക്കന്, ബട്ടറുള്ള ബീഫ്, ബട്ടറുള്ള മട്ടൺ, കക്ക, കല്ലുമ്മക്കായ്, ഒരുവിധം എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡാണ് അവിടുത്തെ വ്യത്യസ്ത കൗണ്ടറിലായിട്ട്. കൂടാതെ ടിക്കാസ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത് വരുന്നത് ലക്ഷദ്വീപിൻ്റെ കൗണ്ടറാണ്. അവിടെ 2 വല്യമാരായിരുന്നു. ഡിഷ് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് സുഹൃത്തിനെ പരിചയപ്പെടാൻ ഇടയായി. ആളവിടുന്ന് ട്രൈ ചെയ്തിരുന്നു. അവിടുത്തെ ഭക്ഷണം കാണുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് കൊണ്ട് മികച്ചതാണെന്ന് അറിയാൻ കഴിഞ്ഞു. എന്നാലും മൂപ്പരെയും കൂട്ടിയിട്ട് നമ്മൾ അടുത്ത കൗണ്ടറിൽ പോയി. അവിടെ ചിക്കന് വ്യത്യസ്ത മസാലകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ 3 ആളുള്ളതുകൊണ്ട് തന്നെ വലിയ പീസ് മാക്സിമം ഹെൽത്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്തു. നമുക്ക് ഫസ്റ്റ് തരാനൊരു മടി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ചോദിക്കാനും മടിയില്ലാത്ത കാരണം കുത്തിപ്പിടിച്ച് മേടിച്ചു. എത്ര മാർക്ക് കൊടുക്കാം? ഓക്കെ, ഏത് ജീരകത്തിൻ്റെ അല്ലേ? കഴിച്ചതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം നമ്മൾ അപ് ടു ആയപ്പോൾ ലാസ്റ്റ് ഡെസേർട്ടുമ്പോൾ കൂടി ഡെസേർട്ട് മേടിച്ചു, ടേസ്റ്റ് ചെയ്തു. ഫൈനലി ഒരു മൊഹബത്ത് കാ സർബത്തും കുടിച്ചു. വേസ്റ്റൊക്കെ അതാത് സ്ഥലത്ത് തന്നെ ഡംപ് ചെയ്തിട്ട് അവിടുന്ന് പോരാണ് ഉണ്ടായത്. ഏകദേശം നമ്മൾ അവിടെ ഒരു 3 മണിക്ക് എത്തിയിരുന്നെങ്കിലും 5 മണിയോട് കൂടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയതും ഞങ്ങൾ ഉള്ളിൽ കയറിയതും. ഏകദേശം ഒരു 1500-2000 രൂപ ഒരു 6-7 ഐറ്റം ടേസ്റ്റ് ചെയ്യാൻ പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് കാണാം, പരിചയപ്പെടാം. ബൈ.